ഇപ്പോൾ ഈ ചില വീഡിയോസൊക്കെ നമ്മുടെ ട്രാവൽ ആൾക്കാർ കുട്ടികളുടെയൊക്കെ കാണത്തില്ലേ. ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ കാണാൻ മനസ്സിലായി. സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് മനോഹരമായ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് അറിയാമെന്നൊക്കെ പറയും. എനിക്ക് അദ്ദേഹം പോയ എല്ലാ സ്ഥലമൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ ഈ ഉത്തരാഖണ്ഡിൻ്റെ പല സ്ഥലങ്ങളിലും മഞ്ഞ് മൂടി കിടക്കുന്ന പല സ്ഥലങ്ങളിലും ഞാനും പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. അത് 9ാം ഭാവമാണ്. കാരണം ആ 9ാം ഭാവം അത് പോയാലേ അത് അറിയത്തുള്ളൂ. പുള്ളി പറയുന്നത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ആ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകണം. അല്ലെങ്കിൽ വളരെ അതേ വൈബുള്ള കുറച്ച് പേരുമായിട്ട് പ്ലാനിങ് ഒന്നും ഇല്ലാതെ തന്നെ പോകണം. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ അത് 9ാം ഭാവമാണ്. അതല്ല, നമ്മൾ ഫ്രണ്ട്സ് ട്രിപ്പിന് പോയി, കമ്പനിയിൽ നിന്ന് ട്രിപ്പിന് വിട്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ ഗ്രീസിൽ പോയി, തായ്ലൻഡിൽ പോയി, UK പോയി, ഇന്നടത്ത് പോയി എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അതെല്ലാം ട്രിപ്പാണ്. ഒരു പാക്കേജാണ്. സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുക, മലയാളികളാണെങ്കിൽ വെള്ളം അടിക്കുക, കറങ്ങി നടക്കാൻ, ബഹളം വെക്കാൻ, തിരിച്ചു വരാം. കുറച്ച് ഇവിടെയും ഇതൊക്കെ തന്നെ കഴിക്കുക, അവിടെ ഇപ്പോൾ ഇതൊക്കെ തന്നെ കഴിച്ചു, തിരിച്ചു വന്നു. കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു, അത് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നു, എല്ലാവരും കാണുന്നു, സന്തോഷം, ആത്മനിർവൃതി. അത് 3ാം ഭാവമാണ്.